ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തീർത്ഥാടന തീഷ്ണതയിൽ ആയിരങ്ങൾ. ഇടുക്കി രാജകുമാരി മരിയൻ തീർത്ഥാടനം ക്രൈസ്തവ സഭയുടെ വിശ്വാസ പ്രഘോഷണം. 45ാമത് അപ്പസ്തോലിക പര്യടനം രണ്ടാം ഘട്ടത്തിലേക്ക്. ഫ്രാൻസിസ് മാർപ്പാപ്പ പാപ്പുവ ന്യൂഗിനിയയിലേക്ക്. ജമ്മു കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി ബിജെപി. വിനേഷ് ഫോഗട്ട് മത്സരിക്കും തീരുമാനം അറിയിച്ച ഹരിയാന കോൺഗ്രസ് അധ്യക്ഷൻ ദീപക് ബാബറിയ. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. അക്രമത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. വാർത്തകൾ വിശദമായി. ഇടുക്കി രൂപത 4ാമത് മരിയൻ തീർത്ഥാടനം രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന പള്ളിയിൽ നിന്നും ആരംഭിച്ച് രാജകുമാരി ദൈവമാതാ തീർത്ഥാടന ദേവാലയത്തിൽ സമാപിച്ചു. രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ തീർത്ഥാടനത്തിന് നേതൃത്വം നൽകി. സീറോ മലബാർ കൂരിയ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു വിശുദ്ധ കുർബാന. ഇന്നലെയും ഇന്നുമായി ആയിരങ്ങളാണ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കാനെത്തിയത്. വിശ്വാസ തീഷ്ണതയിൽ ആയിരങ്ങൾ. വൈദികരും സന്യസ്തരും അൽമായ സഹോദരങ്ങളുമടക്കം പരിശുദ്ധ ജപമാല കയ്യിലേന്തി കുന്നിൻ ചെരുവിലൂടെ കാൽനടയായി നീങ്ങുമ്പോൾ കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രഘോഷണ റാലിയായി ഇത് മാറുന്നു. തീർത്ഥാടനം വിശ്വാസ സമൂഹത്തിന്റെ ആത്മീയ ഊർജമാണ്. സഭയുടെയും സമൂഹത്തിന്റെയും ആവശ്യങ്ങൾ തീർത്ഥാടനത്തിന്റെ പൊതുവായ ആവശ്യങ്ങളായി സ്വീകരിച്ച് വിശ്വാസ സമൂഹം ത്യാഗപൂർവ്വം യാത്ര ചെയ്യുമ്പോൾ ദൈവാനുഗ്രഹം ഒരു നാടിനു മുകളിൽ പ്രകാശിക്കുന്നു. ഇടുക്കി രൂപത 4ാമത് മരിയൻ തീർത്ഥാടനം രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന പള്ളിയിൽ നിന്നും രാജകുമാരി ദൈവമാതാ തീർത്ഥാടന ദേവാലയത്തിൽ എത്തിച്ചേരുമ്പോൾ ജപമാലയുടെ അരൂപിയാൽ ഒരു ജനത ഇവിടെ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവാണ് തീർത്ഥാടനത്തിന് നേതൃത്വം നൽകുന്നത്. സീറോ മലബാർ സഭയുടെ കൂരിയ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടത്. ആദ്യമായാണ് കൂരിയ ബിഷപ്പ് ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ഈ വർഷത്തെ തീർത്ഥാടനത്തിന്. ഇതിന്റെ ഭാഗമായി അടിമാലി സെന്റ് ജൂഡ് ദേവാലയത്തിൽ നിന്നും ഇന്നലെ വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് പുറപ്പെട്ട 30 കിലോമീറ്റർ കാൽനട തീർത്ഥാടനത്തിലും പിതാവ് സംബന്ധിച്ചിരുന്നു. 40 കിലോമീറ്റർ കാൽനടയായി തീർത്ഥാടനം പിന്നിടുമ്പോൾ കൂരിയ പിതാവ് വിശ്വാസികൾക്ക് മാതൃകയും സാക്ഷ്യവുമായി മാറുകയാണ്. വിശുദ്ധ കുർബാനയിൽ രൂപതയിലെ മുഴുവൻ വൈദികരും സഹകാർമ്മികരായി. ഇടുക്കിയിൽ നിന്നുള്ള ലോക്സഭാംഗവും യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ യുവനേതാവുമായ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപിയും ഈ തീർത്ഥാടനത്തിൽ കർഷകർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊപ്പം തീർത്ഥാടനത്തിൽ പങ്കുചേർന്നു. 4 വർഷമായി മുടങ്ങാതെ ഡീൻ കുര്യാക്കോസ് എംപിയും ഈ കാൽനട തീർത്ഥാടനത്തിൽ പങ്കുചേരുന്നുണ്ട്. തീർത്ഥാടനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നേർച്ചക്കഞ്ഞി ഒരുക്കിയിരുന്നു. തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഇന്നലെ അടിമാലിയിൽ നിന്നും പുറപ്പെട്ട തീർത്ഥാടന യാത്ര 1000 ഏക്കർ, കല്ലാർകുട്ടി, വെള്ളത്തൂവൽ, പന്നിയാർകുട്ടി വഴിയാണ് ഇന്ന് രാജാക്കാട് എത്തിച്ചേർന്നത്. പിതാവെ, ഇടുക്കി രൂപതയുടെ വലിയൊരു വിശ്വാസ പ്രഘോഷണ റാലിയാണ് പരിശുദ്ധാമ്മയോട് മാധ്യസ്ഥം വെച്ചുകൊണ്ട് നടക്കുന്ന ഇടുക്കി മണ്ണിലൂടെ തന്നെ ഏറ്റവും വലിയൊരു പ്രഘോഷണ റാലിയാണ്. 10,000 ജപമാല ചൊല്ലിക്കൊണ്ട് അണിനിരക്കുന്നു എന്നുള്ളത്. 4 വർഷം മുമ്പ് 4ാമത് മരിയൻ തീർത്ഥാടനമാണ്. 4 വർഷം മുമ്പ് ഇങ്ങനൊരു മരിയൻ തീർത്ഥാടനം കാൽനടയെ ആരംഭിക്കുന്നത് അങ്ങേ പ്രചോദിപ്പിച്ചതാണ്. ഈ ഹൈറേഞ്ചിലെ ജനത വലിയ മാതൃഭക്തരാണ്. അപ്പോൾ അവർ ഈ ഞങ്ങളുടെ രൂപതയിലെ എല്ലാ ഇടവുകളിലും തന്നെ 8 നോമ്പ് വളരെ കാര്യമായിട്ട് ആചരിക്കുന്നതാണ്. ആളുകളെല്ലാം നോയമ്പെടുക്കുകയും എല്ലാ ദിവസവും പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും കുമ്പസാരിച്ച് കൂദാശകൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. അത് 2019 ഈ തീർത്ഥാടനം ആരംഭിക്കുന്നത്. തുടർന്ന് 2 വർഷം കോവിഡ് ആയതുകൊണ്ട് മുടങ്ങിപ്പോയി. അങ്ങനെയാണ് 4ാമത്തെ തീർത്ഥാടനം. യഥാർത്ഥത്തിൽ ഒരുമിച്ച് പരിശുദ്ധ അമ്മയോട് നമ്മൾ ജനം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ മാധ്യസ്ഥം, വലിയ ശക്തി പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിക്കുമെന്നുള്ള വലിയ വിശ്വാസത്തിൽ നിന്നാണ് ഈ തീർത്ഥാടനം ആരംഭിച്ചത്. ഇത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ വലിയൊരു പ്രഘോഷണവുമാണ്. ഈ മലയോരത്ത് നിരവധിയായ ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ജനമാണ് മലയോര ജനത. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൂടെയുണ്ട് എന്നുള്ള ആ വലിയ ബോധ്യം ഞങ്ങളോടും മറ്റുള്ളവരോടും ഞങ്ങൾ ഈ തീർത്ഥാടനം വഴി പ്രഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്രയും ആളുകൾ ഒരുമിച്ച് ചേരുമ്പോൾ 10,000-ലധികം ആളുകൾ സാധാരണഗതിയിൽ തീർത്ഥാടനത്തിൽ പങ്കുചേരാറുണ്ട്. അപ്പോൾ ഇത്രയും ആളുകൾ ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയ അത്ഭുതം ഈ പങ്കെടുക്കുന്നവരുടെ ജീവിതത്തിൽ ഉളവാക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു വലിയ വിശ്വാസ ബോധ്യത്തിൽ നിന്നാണ് ഈ തീർത്ഥാടനം ആരംഭിക്കുവാനായിട്ട് ഇടയായത്. പിതാവെ, ഇത് 9.5 കിലോമീറ്ററോളം നടക്കുന്നുണ്ട് ഇന്ന്. പക്ഷേ പിതാവ് ഇന്നലെ ഒരു 30 കിലോമീറ്ററോളം നടന്നിട്ടാണ് ഇന്ന് ഈ രാജാക്കാട് പള്ളിയിൽ എത്തിച്ചേർന്ന്. രാത്രി 12 മണി വൈകി എത്തി. രാവിലെ 9:30 വീണ്ടും അങ്ങ് യാത്ര ആരംഭിക്കുകയാണ് ജപമാല ചൊല്ലിക്കൊണ്ട് തന്നെ. ഈ ഒരു അധിക ഒരു ത്യാഗം എടുക്കുന്നതിന് പിന്നിൽ യഥാർത്ഥത്തിൽ ഇത് ധാരാളം അൽമായർ ദീർഘദൂരം നടന്ന് തീർത്ഥയാത്ര നടത്തുന്നുണ്ട്. ഇവിടെ നിന്ന് മലയാറ്റൂർ പോകുന്നുണ്ട്,
മൈലാപ്പൂര് പോകുന്നുണ്ട്, വേളാങ്കണ്ണിക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പിലൊക്കെ ആണെങ്കിലും വിശുദ്ധ യാക്കോബിൻ്റെ വഴിയിൽ ഇവിടെ യാത്ര ചെയ്യുന്ന കിലോമീറ്ററുകൾ 6-7 ദിവസം 10-12 ദിവസം യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആളുകൾ നടന്നു പോകുന്നുണ്ട്. നമ്മൾ ആദ്യം നടക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും, അല്ലെങ്കിൽ പ്രയാസം തോന്നും എന്നുള്ള ഒരു മാനസികമായ പ്രയാസം പല ആളുകളെ അകറ്റാറുണ്ട്. അപ്പോൾ എനിക്ക് ദൈവം ആരോഗ്യം അത്യാവശ്യം തന്നിട്ടുള്ളത് കൊണ്ട് എനിക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഇന്നലത്തെ ഞങ്ങളുടെ ഈ തീർത്ഥാടനം വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം അധികം ആളുകൾ പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷേ എല്ലാ സ്ഥലത്തും ധാരാളം ആളുകൾ അതിൽ പങ്കുചേരുകയും ഈ ഹൈറേഞ്ചിലെ വഴി നിരന്ന വഴികളല്ല, കയറ്റവും ഇറക്കവും ഉള്ള വഴികളാണ്. അതെല്ലാം താണ്ടി ആളുകൾ വന്നത് വലിയൊരു പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് ധാരാളം യുവജനങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് യാതൊരു രീതിയിലും മടുപ്പും അനുഭവപ്പെടുന്നില്ല, ഇപ്പോഴും അനുഭവപ്പെടുന്നില്ല. ഇടുക്കിയുടെ പ്രിയ MP ശ്രീ ഡീൻ കുര്യാക്കോസും ഈ ഒരു മരിയൻ പ്രദക്ഷിണത്തിൽ പങ്കുചേരുകയാണ്. വിശ്വാസ ജീവിതത്തിലെ ഒരു വലിയൊരു അനുഭവമാണിത്. രാജകുമാരി മാതാവിൻ്റെ ആ ഒരു അനുഗ്രഹമാണ് ഹൈറേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യാശ പകരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അനുഭവം, അഭിമന്യ പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള പദയാത്ര ആയിരക്കണക്കിന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തലത്തിൽ വലിയ ഒരു അനുഗ്രഹമാണ് അതുവഴിയായി ഈ നാട് പ്രതീക്ഷിക്കുന്നത്. ഒരു എല്ലാ മതസ്ഥരും ഇതിൽ പങ്കാളികളാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഈ പദയാത്രയെ സ്വീകരിക്കുന്ന ഒരു സർവ്വമത കൂട്ടായ്മ ഉൾപ്പെടെ തൊട്ടു മുമ്പ് കണ്ടു. അപ്പോൾ അതൊരു വലിയൊരു അനുഭവമാണ്. ഈ നാടിൻ്റെ ഒരു വലിയ പ്രതീക്ഷയായിട്ടാണ് ഈ ഒരു മരിയൻ തീർത്ഥാടനത്തെ കാണുന്നത്. താങ്ക് യു. ഏഷ്യയിലും ഓഷ്യാനയിലുമായുള്ള ഫ്രാൻസിസ് പാപ്പയുടെ അപ്പസ്തോലിക യാത്രയുടെ 2ാം ഘട്ടത്തിനായി ഫ്രാൻസിസ് പാപ്പ പാപ്പുവ ന്യൂഗിനിയയിൽ എത്തിച്ചേർന്നു. പോർട്ട് മോറിസ്ബിയിലെ ജാക്സൺ എയർപോർട്ടിൽ ഏകദേശം 6 മണിക്കൂർ വ്യോമയാത്രയ്ക്ക് ശേഷമാണ് പാപ്പ എത്തിയത്. പാപ്പുവ ന്യൂഗിനിയയിൽ വിമാനമിറങ്ങിയ മാർപ്പാപ്പയെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ജോൺ റോസോ ആണ് സ്വീകരിച്ചത്. അതിഥിയോടുള്ള ആദരസൂചകമായി പട്ടാളം 21 തവണ പീരങ്കിവെടി മുഴക്കി. വിമാനത്താവളത്തിൽ നിന്ന് നേരെ അപ്പസ്തോലിക ന്യൂൻഷ്യറേച്ചറിലേക്ക് പോയ മാർപ്പാപ്പയ്ക്ക് ഇന്നലെ മറ്റു പരിപാടികളില്ലായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ സന്ദർശിക്കുന്ന ഏറ്റവും വിദൂര രാജ്യമാണ് പാപ്പുവ ന്യൂഗിനിയ. ഭൂമിശാസ്ത്രപരമായി ഓഷ്യാന മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം വത്തിക്കാനിൽ നിന്ന് 19,047 കിലോമീറ്റർ അകലെയാണ്. 3 ദിവസമാണ് മാർപ്പാപ്പ ഇവിടെ ചെലവഴിക്കുക. നദികൾ, വെള്ളച്ചാട്ടങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ, ഇടതൂർന്ന വനങ്ങൾ, മനോഹരമായ തീരപ്രദേശം എന്നിവയാൽ സമ്പന്നമാണ് പാപ്പുവ ന്യൂഗിനിയ. ആദിവാസികളാണ് മുഖ്യ ജനവിഭാഗം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പരിണിത ഫലങ്ങൾ വളരെയധികം നേരിടുന്ന രാജ്യമാണിത്. മാർപ്പാപ്പയുടെ സന്ദർശനം ഇവിടുത്തെ 25 ലക്ഷം വരുന്ന കത്തോലിക്ക വിശ്വാസികൾക്ക് വലിയ ആഹ്ലാദം പകരുന്നതാണ്. രാജ്യമെമ്പാടും നിന്ന് വിശ്വാസികൾ തലസ്ഥാനത്തേക്ക് എത്തി. വേണ്ടത്ര റോഡുകൾ ഇല്ലാത്തതിനാൽ പലരും ദിവസങ്ങൾ നടന്നാണ് എത്തിയത്. ഇന്നു രാവിലെ ഫ്രാൻസിസ് പാപ്പ പാപ്പുവ ന്യൂഗിനിയയുടെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. ഉച്ചകഴിഞ്ഞ് പാപ്പുവ ന്യൂഗിനിയയിലെയും സോളിമർ ദ്വീപിലെയും മെത്രാന്മാരെയും പുരോഹിതരെയും കണ്ടു. നാളെ രാവിലെ സർ ജോൺ ഗ്രേസ് സ്റ്റേഡിയത്തിൽ മാർപ്പാപ്പ വിശുദ്ധ കുർബാന അർപ്പിക്കും. തുടർന്ന് വിമാനത്തിൽ വടക്കു പടിഞ്ഞാറൻ തീരത്തുള്ള വാനുമ പട്ടണത്തിലേക്ക് പോയി അവിടെയുള്ള വിദേശ മിഷണറിമാരെ കാണും. പോർട്ട് ഓഫ് മോറിസ്ബിയിലേക്ക് മടങ്ങുന്ന അദ്ദേഹം തിങ്കളാഴ്ച യാത്രയുടെ 3ാം ഘട്ടമായ കിഴക്കൻ തിമോറിലേക്ക് പോകും. മദ്യനയ അഴിമതി വഴി ലഭിച്ച പണം ആം ആദ്മി പാർട്ടി ഗോവയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിച്ചെന്ന് CBI. 2022 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച 2 പേർ പ്രചാരണവുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ പണം ഉപയോഗിച്ചിട്ടുണ്ടെന്നും CBI കുറ്റപത്രത്തിൽ പറയുന്നു. മദ്യനയം തങ്ങൾക്ക് അനുകൂലമാക്കാൻ സൗത്ത് ഗ്രൂപ്പ് നൽകിയ 100 കോടി രൂപയിൽ നിന്ന് 44.5 കോടി രൂപ ഗോവയിൽ തിരഞ്ഞെടുപ്പ് നടത്താനാണ് ആം ആദ്മി പാർട്ടി നൽകിയതെന്നും CBI ആരോപിക്കുന്നു. കേസിലെ 5ാമത്തെയും അവസാനത്തെയും അനുബന്ധ കുറ്റപത്രത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും മറ്റൊരു പ്രതിയായ ഡൽഹിയിലെ MLA ദുർഗേഷ് പതക്കിനും അഴിമതിയിൽ പങ്കുണ്ടെന്നാണ് പറയുന്നത്. 2 മുൻ MLAമാരായ മഹാദേവ് നാരായൺ നായിക്, സത്യവിജയ് നായിക് എന്നിവരോട് 2022 ഫെബ്രുവരിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യഥാക്രമം ഷിരോദ, വാൽപോയ് മണ്ഡലങ്ങളിൽ നിന്ന് AIPയുടെ ടിക്കറ്റിൽ മത്സരിക്കുവാൻ ദുർഗേഷ് ആവശ്യപ്പെട്ടതായാണ് CBI പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ പണത്തിന്റെ അഭാവം അവർ ചൂണ്ടിക്കാട്ടിയപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും ആം ആദ്മി നടത്തുമെന്ന് ദുർഗേഷ് പറഞ്ഞു. മഹാദേവ് നായിക് പറഞ്ഞതുപ്രകാരം ദുർഗേഷ് തന്നെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി അരവിന്ദ് കെജ്രിവാളിനെ കാണാൻ പ്രേരിപ്പിച്ചു. അദ്ദേഹം തന്റെ സ്ഥാനാർത്ഥിത്വം അന്തിമമാക്കുക മാത്രമല്ല എല്ലാ സഹായവും പാർട്ടി നൽകുമെന്ന് ഉറപ്പു നൽകിയെന്നും CBI കുറ്റപത്രത്തിൽ പറയുന്നു. കേസിൽ ഇതിനകം പ്രതിയായ AAP വളണ്ടിയർ ചൻപ്രീത് സിംഗ് രായത്തെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തവണകളായി സ്ഥാനാർത്ഥിക്ക് പണം കൈമാറിയതെന്നാണ് ആരോപണം. സത്യവിജയും മഹാദേവും ആം ആദ്മി പാർട്ടിയുടെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും യോഗത്തിൽ പങ്കെടുത്തു. ഹോട്ടൽ സിഡായി ഡി ഗോവയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ആരോപണ വിധേയനായ അരവിന്ദ് കെജ്രിവാൾ
എല്ലാ സ്ഥാനാർത്ഥികളോടും തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞുവെന്നും CBI പറയുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ അനധികൃതമായി സമ്പാദിച്ച പണം ഉപയോഗിച്ചുവെന്ന് ഡൽഹി മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. സംസ്ഥാനത്തെ മലയോര ടൂറിസം മേഖലകളിൽ ഒരേ സമയം എത്ര ആളുകളെ ഉൾക്കൊള്ളാനാകുമെന്നത് സംബന്ധിച്ച പഠനം നടത്തണമെന്ന് ഹൈക്കോടതി. തിരക്ക് ഹിൽ സ്റ്റേഷനുകളെ നശിപ്പിക്കുന്ന അവസ്ഥയുണ്ട്. ഓരോ മേഖലയിലും സാധ്യമായ താമസ സൗകര്യം, ജലം, വൈദ്യുതി ലഭ്യത, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയും ടൂറിസം പരിസ്ഥിതിയെ എങ്ങനെ ബാധിക്കുന്നുവെന്നതും പരിശോധിക്കണമെന്ന് ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, VM ശ്യാംകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. വയനാട് ദുരന്തത്തെ തുടർന്ന് സ്വമേധയാ എടുത്ത ഹർജി പരിഗണിക്കവെയാണ് കോടതി ഇക്കാര്യം ആരാഞ്ഞത്. 3 ആഴ്ചകൾക്കകം ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാനും കോടതി നിർദ്ദേശിച്ചു. കോടതിയെ അറിയിച്ചു മാത്രമേ വയനാട് തുരങ്കപാത നിർമ്മാണം ആരംഭിക്കാവൂവെന്ന് ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശിച്ചു. പാത നിർമ്മാണത്തിന്റെ ശാസ്ത്രീയ വശങ്ങൾ അറിയില്ലെന്നും ഇക്കാര്യത്തിലെ സർക്കാർ തീരുമാനത്തിൽ ഇടപെടില്ലെന്നും വ്യക്തമാക്കിയാണ് നിർമ്മാണം തുടങ്ങുമ്പോൾ അറിയിക്കണമെന്ന നിർദ്ദേശം കോടതി മുന്നോട്ട് വെച്ചത്. വയനാട് ദുരന്തത്തെ തുടർന്ന് ക്യാമ്പിലുണ്ടായിരുന്നവരെയെല്ലാം വയനാട് സർക്കാർ ക്വാർട്ടേഴ്സിലേക്കും വീടുകളിലേക്കും മാറ്റിയതായി അഡ്വക്കേറ്റ് ജനറൽ അറിയിച്ചു. കളക്ടറേറ്റിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക സെല്ലും തുടങ്ങി. കേന്ദ്ര സർക്കാരിന്റെ കീഴിലെ 7 വകുപ്പിലെ ഉദ്യോഗസ്ഥരടങ്ങിയ സംഘം ഉടൻ വയനാട്ടിൽ പരിശോധനയ്ക്കായി എത്തും. കൂടുതൽ സഹായത്തിനായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കും. വയനാട് ദുരന്തബാധിത മേഖലയിലുള്ളവരുടെ ബാങ്ക് വായ്പയുടെ കാര്യത്തിൽ മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നത് പരിഗണിക്കണമെന്ന് അഡ്വക്കേറ്റ് ജനറൽ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിലടക്കം വിശദീകരണത്തിന് സോളിസിറ്റർ ജനറൽ ARL സുന്ദരേശൻ 6 ആഴ്ച സമയം തേടി. ക്യാമ്പിലുണ്ടായിരുന്നവർക്ക് വേണ്ടി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പരാതി പരിഹാര സെല്ലും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വായ്പയുടെ മൊറട്ടോറിയം അടക്കമുള്ള കാര്യത്തിൽ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും സോളിസിറ്റർ ജനറൽ അറിയിച്ചു. കാണാതായവരെ മരിച്ചവരായി കണക്കാക്കാൻ 7 വർഷം കഴിയണമെന്ന വ്യവസ്ഥയിൽ ഇളവ് അനുവദിക്കേണ്ടതുണ്ടെന്ന് അഡ്വക്കേറ്റ് ജനറൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ സർക്കാർ തന്നെ തീരുമാനമെടുക്കുവാൻ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. US-ഉം സഖ്യകക്ഷികളും ഉക്രൈന് കൂടുതൽ സഹായം വാഗ്ദാനം ചെയ്തു. എന്നാൽ റഷ്യയുടെ ഭീഷണി അവഗണിച്ച് മികച്ച ദീർഘദൂര മിസൈലുകൾ നൽകിയാൽ മാത്രമേ യുദ്ധത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാനാകൂവെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. ജർമ്മനിയിലെ റാംസ്റ്റീൻ വ്യോമതാവളത്തിൽ നടന്ന ഉക്രൈന്റെ സഖ്യകക്ഷികളുടെ യോഗത്തിലാണ് സെലൻസ്കി ദീർഘദൂര മിസൈലുകൾ നൽകണമെന്ന് അഭ്യർത്ഥിച്ചത്. ഉക്രൈന് $25 കോടി ആയുധ സഹായം ഉടൻ നൽകുമെന്ന് US അറിയിച്ചു. ജർമ്മനി 12 ഹാവിസ്റ്ററുകളും കാനഡ 80,840 ഹ്രസ്വദൂര റോക്കറ്റുകളും നൽകും. എന്നാൽ റഷ്യയിൽ കനത്ത ആക്രമണം നടത്തി അവരെ പിന്തിരിപ്പിക്കുവാൻ മികച്ച ദീർഘദൂര മിസൈലുകൾ നൽകണമെന്നാണ് ഉക്രൈന്റെ ആവശ്യം. ഉക്രൈനിലെങ്ങും നടത്തുന്ന നിരന്തരമായ ആക്രമണങ്ങളിൽ നിന്നും റഷ്യയെ പിന്തിരിപ്പിക്കുവാൻ കർസ്കിൽ നടത്തിയ ആക്രമണത്തിനായിട്ടില്ലെന്ന് സെലൻസ്കി അറിയിച്ചു. കർസ്കിനെ അവഗണിച്ച് കിഴക്കൻ ഉക്രൈനിലെ മുന്നേറ്റത്തിലാണ് റഷ്യയുടെ ശ്രദ്ധയെന്നും കർസ്കിൽ നിന്ന് അവർ സേനയെ പിൻവലിക്കുന്നതായും പറഞ്ഞു. ഇതേസമയം കിഴക്കൻ ഉക്രൈനിലെ പാവ്ലോഹാദ് നഗരത്തിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. 3 കുട്ടികൾ ഉൾപ്പെടെ 30 പേർക്ക് പരിക്കേറ്റു. തിരഞ്ഞെടുപ്പിൽ ഇടപെടുമെന്ന് ആരോപിച്ച് റഷ്യൻ മാധ്യമങ്ങളെ പുകച്ചു പുറത്താക്കാൻ US ശ്രമിക്കുന്നതായും റഷ്യ കുറ്റപ്പെടുത്തി. റഷ്യൻ ടിവിക്ക് വാർത്ത നൽകുന്ന ദിമിത്രി സൈംസിനെതിരെ US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് കേസെടുത്തത് ന്യായീകരിക്കാനാവില്ലെന്നും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. അതിനിടെ 10 ദിവസം നീണ്ട ആക്രമണങ്ങൾക്ക് ശേഷം വെസ്റ്റ് ബാങ്കിലെ ജെനിൻ, തുൽക്കരീം, അൽഫറ നഗരത്തിലെ 3 അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറ്റം തുടങ്ങി. കവചിത വാഹനങ്ങളിലെത്തിയ 100 കണക്കിന് സൈനികർ വ്യാപകമായ ആക്രമണങ്ങളാണ് നടത്തിയത്. കുട്ടികളടക്കം 39 പാലസ്തീൻ പൗരർ കൊല്ലപ്പെട്ടു. ബുൾഡോസർ ഉപയോഗിച്ച് വീടുകളും റോഡുകളും തകർത്തു. സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താനായിരുന്നു റെയ്ഡ് എന്നും ഏറ്റുമുട്ടലിൽ 21 പേർ കൊല്ലപ്പെട്ടെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു. അതേസമയം കുട്ടികൾക്കുള്ള പോളിയോ വാക്സിനേഷൻ 2ാം ഘട്ടം തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ ആരംഭിച്ചു. ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ചേർന്നാണ് വാക്സിനേഷൻ നടത്തുന്നത്. ഇതിനകം 3,55,000 കുട്ടികൾക്ക് വാക്സിൻ നൽകി. ADGP MR അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി CPI സംസ്ഥാന കൗൺസിൽ അംഗം VS സുനിൽകുമാർ. ADGP RSS നേതാവിനെ കണ്ടു എന്നുള്ളത് വെറും വാർത്തയാണ്. ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗൗരവമായ കാര്യമാണെന്നും VS സുനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. RSS നേതാവും ADGPയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച ദുരൂഹമാണ്. LDF ചെലവിൽ
ഒരു ഉദ്യോഗസ്ഥനും അങ്ങനെ ചർച്ച നടത്തേണ്ട. വിജ്ഞാന ഭാരതി പ്രതിനിധികൾക്കൊപ്പം എന്ത് വിജ്ഞാനം പങ്കുവെക്കാനാണ് ADGP പോയത്? കൂടിക്കാഴ്ചയുടെ വിവരം ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കണം. RSSനും LDFനുമിടയിൽ ഒരു ആശയ ചർച്ചയുമില്ല. ADGPയും RSS നേതാവും ഇടത് ചെലവിൽ ചർച്ച നടത്തേണ്ട. ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ADGP RSS നേതാവിനെ കണ്ടെന്നത് നിലവിൽ വാർത്തയാണ്. വസ്തുത എന്തെന്ന് പുറത്തു വന്നിട്ടില്ല. അത്തരത്തിൽ കൂടിക്കാഴ്ച നടന്നെങ്കിൽ അത് ഗുരുതരമായ കാര്യമാണ്. ആ കൂടിക്കാഴ്ചയ്ക്ക് തൃശൂർ പൂരം കലക്കലുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്നത് മാധ്യമങ്ങളാണ്. അങ്ങനെയെങ്കിൽ തൃശൂർ പൂരം കലക്കിയ ഒരു കക്ഷി RSS ആണെന്ന് ഉറപ്പിക്കാം. വാർത്തയുടെ പശ്ചാത്തലത്തിൽ ഇത് ഗൗരവമായ കാര്യമാണ്. അന്വേഷണം വേണം. കൂടുതൽ അറിഞ്ഞതിനു ശേഷമേ മറുപടി പറയുവാൻ സാധിക്കൂ. സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും സുനിൽകുമാർ വ്യക്തമാക്കി. കണ്ണൂരിൽ മാധ്യമങ്ങളെ കണ്ട CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പക്ഷേ ഈ വിഷയത്തിൽ CPMന് യാതൊരു ഉത്തരവാദിത്വവുമില്ലെന്ന നിലപാടാണ് ഉയർത്തിയത്. ADGP RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ ഇപ്പോൾ എന്താണ്? ADGP എവിടെയെങ്കിലും പോയാൽ നമുക്ക് എന്ത് ഉത്തരവാദിത്തമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു. വിഷയത്തിൽ കൂടുതൽ വിശദീകരിക്കുവാനും അദ്ദേഹം തയ്യാറായുമില്ല. ഓഫീസിൽ അതിന് സ്ഥിരീകരണം കൊടുത്തു എന്നുള്ളത് നിങ്ങളുടെ വാർത്തയാണ്. അതിന്റെ വസ്തുത എന്താണെന്ന് എനിക്കറിയില്ല. വാർത്തയും വസ്തുതയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ വിശദീകരണം കൊടുത്തു എന്ന് ADGP ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല, പരസ്യമായി പറഞ്ഞിട്ടില്ല. ആ വാർത്തയാണ് ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോൾ വാർത്ത അനുസരിച്ചാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്, വാർത്തയുടെ അടിസ്ഥാനത്തിൽ. ഇനി വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് വിശദമായിട്ട് അതിൻ്റെ മറുപടി പറയുന്നതാണ് ഉചിതം. അല്ലാതെ കേവലം നമ്മൾ വാർത്ത കേട്ട ഉടനെ തന്നെ ചാടിക്കേറി അതിൽ അഭിപ്രായം പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ശരിയായിരിക്കില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വാർത്തയോടുള്ള പ്രതികരണമാണ്. ഇനി വസ്തുതകളോടുള്ള പ്രതികരണം വസ്തുതകൾ വരുമ്പോൾ പറയും. പിന്നെ ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഈ മീഡിയകൾ പറഞ്ഞു വരുന്നത് എന്താ? ഇപ്പോൾ ഇദ്ദേഹം അവിടെ സന്ദർശനം നടത്തിയത് നിങ്ങൾ പറയുന്ന അനുസരിച്ച് പൂരത്തിനെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ അപ്പോൾ അതിലെ ഒരു കക്ഷി RSS ആണെന്ന് നിങ്ങളിപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പൂരം കലക്കുന്നതിന് പിന്നിൽ ഒരു കക്ഷി BJP ആണെന്നുള്ളതാണ്, അല്ലെങ്കിൽ RSS ആണെന്നുള്ളതാണ് നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ RSS നേതാക്കന്മാരെ കണ്ടതാണല്ലോ നിങ്ങൾ പറയാറ്. ഈ പൂരം കലക്കാൻ RSS നേതാക്കന്മാരെ പോയി കാണാമെന്ന് പറഞ്ഞാൽ RSS നേതാക്കന്മാർ പൂരം കലക്കുന്നത് മുൻകൂട്ടി അറിഞ്ഞെങ്കിൽ അവർ തടയണ്ടേ? പൂരത്തോട് സ്നേഹമുള്ളവരാണെങ്കിൽ പൂരം കലക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പൂരം കലക്കിയാൽ ജയിക്കുമെന്നുള്ള താല്പര്യം ആരുടെ താല്പര്യമാണ്? അത് RSSന്റെ താല്പര്യമാണ്. അപ്പോൾ ഇവിടുത്തെ തൃശ്ശൂർക്കാരായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തോറ്റോ ജയിച്ചോ എന്നുള്ളതല്ല പ്രശ്നം. പൂരം ആര് കലക്കിയെന്ന് അറിയില്ലാണ് പ്രശ്നം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ ഒരു വികാരമാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് പുറത്തു വരാനാണ് റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ഞാൻ പറയാൻ കാരണം. ഇപ്പം നിങ്ങളൊക്കെ പറയുന്ന അനുസരിച്ച് നിങ്ങളെല്ലാം പറയുന്നത് എന്താണ്? RSSുമായിട്ട് കൂടാലോചന നടത്തി. RSS കൂടാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ RSS ഒരു ഭാഗത്ത് കൂടാലോചനയ്ക്ക് പങ്കാളിയായി നിങ്ങൾ കൺഫേം ചെയ്തിരിക്കല്ലേ? അല്ല, മറുഭാഗം അന്വേഷിക്കട്ടെ. നിങ്ങൾ പറയുന്നല്ലേ ഇത്? അല്ല, മറ്റേ നിങ്ങൾ പോലീസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഞാൻ പോലീസിനെ പറ്റി ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ സംശയമില്ലാത്ത കാര്യമല്ലേ? പിന്നെ നിങ്ങൾ രാഷ്ട്രീയമായി പല കാര്യങ്ങളും പറയാം. അതിനും ഞാൻ മറുപടി അറിയിപ്പോൾ ഉദ്ദേശിക്കാൻ കറക്റ്റ് കാര്യങ്ങൾ അറിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും ഇപ്പോൾ ഈ വാർത്തയുടെ മാത്രം പശ്ചാത്തലത്തിൽ ഇത് ഗൗരവതരമായ കാര്യമാണെന്നുള്ള പ്രതികരണം മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. CPMനെയും ഇടതുപക്ഷത്തെയും പ്രസ്ഥാനത്തെയും പിന്തുണച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ആഭ്യന്തര വകുപ്പിനെയും തള്ളിപ്പറഞ്ഞും PV അൻവർ MLA വെള്ളിയാഴ്ച വൈകിട്ട് മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈകുന്നേരം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിച്ച് അല്പസമയത്തിനു ശേഷമാണ് അൻവർ മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരെ കണ്ടത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ അൻവർ പരാതി എഴുതി തന്നിട്ടില്ലെന്നും എഴുതി തന്നാൽ അന്വേഷിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്നും പരാതി എഴുതി കൊടുത്തിട്ടില്ലെന്നും അൻവർ പറഞ്ഞു. താൻ പാർട്ടി വേദികളിലോ പാർലമെന്ററി പാർട്ടിയിലോ പറയാതെ പൊതുവേദിയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചത് ഒരു സ്വതന്ത്രൻ എന്ന നിലയ്ക്കുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണെന്ന് അൻവർ വ്യക്തമാക്കി. ADGP അജിത് കുമാറിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി എഴുതി കൊടുത്താൽ മുഖ്യമന്ത്രി അത് വായിച്ചു നോക്കി നേരെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൊടുക്കും. അത് അവിടെ ഇരിക്കും, ഒരനക്കവും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് പൊതുസമൂഹത്തോട് ഇക്കാര്യങ്ങൾ പറഞ്ഞതെന്നും അൻവർ വ്യക്തമാക്കി. സ്വർണ്ണക്കടത്ത് തട്ടിപ്പുകളിൽ മലപ്പുറം SP ആയിരുന്ന S സുജിത് ദാസിനെതിരെ അനിശ്ചിതമായും കാര്യകാരണ സഹിതം വിശദീകരിച്ചുമാണ് അൻവർ സംസാരിച്ചത്. ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ADGPയുടെ പിന്തുണയില്ലാതെ സുജിത് ദാസിന് ഒറ്റയ്ക്ക് ഇത്രയും തട്ടിപ്പ് നടത്താനാകുമോ എന്ന്
പലതവണ അദ്ദേഹം എടുത്തു ചോദിച്ചു. ഇന്റലിജൻസും മറ്റേജൻസികളും ഇതറിഞ്ഞിട്ടില്ലേ എന്നും ചോദിച്ചു. മുകളിൽ നിന്നുള്ള പിന്തുണയില്ലാതെ സുജിത് ദാസ് ഇത്രകാലം ഇരിക്കാനാവില്ലെന്നും ADGP അജിത് കുമാറിന്റെ പിന്തുണ ഉണ്ടായിരുന്നുവെന്നും ഊന്നിപ്പറയുമ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ചോദ്യം, ഇത്രയും തട്ടിപ്പുകൾക്ക് പിന്തുണ നൽകി ADGP അജിത് കുമാർ അവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ട് എന്നു തന്നെ. മുഖ്യമന്ത്രിയെക്കുറിച്ച് ആദരവോടെയും പ്രശംസിച്ചും സംസാരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ തൊട്ടുതാഴെയുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി മുതലുള്ളവരെ വിമർശന മുനയിൽ നിർത്തിയാണ് അൻവർ സംസാരിച്ചത്. സോളാർ തട്ടിപ്പ് കേസിൽ പ്രവർത്തകരെ തല്ലി മുട്ടുപൊട്ടിക്കുകയും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തതിൽ ADGP അജിത് കുമാറിനൊപ്പം 1-2 പേർക്ക് കൂടി പങ്കുണ്ടെന്നും അവരെക്കുറിച്ചുള്ള വിവരം കിട്ടിക്കഴിഞ്ഞാൽ 2-3 ദിവസത്തിനകം P. ശശിക്കെതിരെ പാർട്ടി സെക്രട്ടറിക്ക് പരാതി എഴുതി തന്നെ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് എന്റെ വായിൽ നിന്ന്, എന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ വളഞ്ഞ വഴി ഉപയോഗിച്ച് ഈ മുന്നണിയെയും ഈ പാർട്ടിയെയും എതിരെ കൊണ്ടുപോകാൻ നിങ്ങൾ കുറെ ദിവസമായിട്ട് ആഗ്രഹിച്ച് എവിടെ എത്തിയിട്ടില്ല. ഇനി അത് എത്തൂല. കാരണം ആ ചൂണ്ട നിങ്ങൾ ഇട്ടാൽ നിങ്ങൾക്ക് കൊത്തൂല. എന്റെ ഉദ്ദേശം അതല്ല. ഞാൻ ആ നടത്തിയ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ പാർട്ടിയുടെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് വേണ്ടിയും ഈ ഗവൺമെന്റ് ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ പാർട്ടിയുടെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധ സഗൗരവം ഈ വിഷയത്തേക്ക് വരാനാണ്. അല്ലാതെ ഞാൻ ഈ പരാതിയൊക്കെ കൊടുത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്താൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതെല്ലാം വായിച്ച് നോട്ട് ചെയ്തിട്ട് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൊടുക്കും. അതുകൊണ്ട് ഒരു ചുക്കും നടക്കില്ല എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. അതിൽ എന്റെ പാർട്ടി പ്രവർത്തകരോട് ക്ഷമിക്കുക. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള BJPയുടെ പ്രകടന പത്രിക കേന്ദ്രമന്ത്രി അമിത്ഷാ പുറത്തിറക്കി. മേഖലയിൽ വികസനവും സുരക്ഷയും സാമ്പത്തിക വളർച്ചയും ത്വരിതപ്പെടുത്തുവാനുള്ള BJPയുടെ പദ്ധതികൾ ഉൾപ്പെടുത്തിയതാണ് പ്രകടന പത്രിക. തീവ്രവാദത്തിന്റെ കേന്ദ്രമെന്നത് മാറ്റി കാശ്മീരിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്നത് ഉൾപ്പെടെയുള്ള നിരവധി വാഗ്ദാനങ്ങൾ പത്രികയിലുണ്ട്. ജമ്മു കാശ്മീരിനെ ഇന്ത്യയുമായി ഏകീകരിപ്പിക്കുവാനുള്ള പരിശ്രമമാണ് അക്കാലത്തും BJP നടത്തിയിട്ടുള്ളതെന്ന് അമിത്ഷാ പറഞ്ഞു. ജമ്മു കാശ്മീർ എക്കാലത്തും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിരുന്നു. ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴത്തെ സർക്കാരിന് കീഴിൽ കാശ്മീരിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളും അമിത്ഷാ വിശദീകരിച്ചു. PM കിസാൻ സമ്മാൻ നിധിയിലൂടെ കർഷകർക്ക് 10,000 രൂപയുടെ സാമ്പത്തിക സഹായം, കാർഷിക പ്രവർത്തനങ്ങൾക്കുള്ള വൈദ്യുതി നിരക്കിൽ 50% ഇളവ്, യുവാക്കൾക്കായി 5 ലക്ഷം തൊഴിലവസരങ്ങൾ, നീതിപൂർവകമായ നിയമന സംവിധാനം എന്നിവ ഉൾപ്പെടെ നിരവധി വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിലുള്ളത്. ഓരോ വിദ്യാർത്ഥിക്കും പ്രഗതി ശിക്ഷാ യോജന പ്രകാരം 3,000 രൂപയുടെ യാത്രാനുകൂല്യം നൽകും. മെഡിക്കൽ കോളേജുകളിൽ 1000 പുതിയ സീറ്റുകൾ തുടങ്ങിയ വാഗ്ദാനങ്ങളുമുണ്ട്. മാ സമ്മാൻ യോജന പദ്ധതി പ്രകാരം എല്ലാ വീടുകളിലെയും മുതിർന്ന സ്ത്രീകൾക്ക് വർഷം 18,000 രൂപയുടെ സഹായം. ഉജ്ജ്വല പദ്ധതി ഗുണഭോക്താക്കൾക്ക് എല്ലാ വർഷവും 2 സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ. ഭൂരഹിതർക്ക് അടൽ ഭവന പദ്ധതി പ്രകാരം വീട് വെക്കുവാൻ ഭൂമി സൗജന്യമായി നൽകും എന്നിങ്ങനെയുള്ള ആനുകൂല്യങ്ങൾക്ക് പുറമെ വയോജന, വിധവ, വികലാംഗ പെൻഷനുകൾ 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കും എന്നിങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളുമുണ്ട്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജുലാന നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിനേഷ് ഫോഗട്ട് മത്സരിക്കും. ഹരിയാന കോൺഗ്രസ് അധ്യക്ഷൻ ദീപക് ബാബറിയാണ് പാർട്ടി തീരുമാനം അറിയിച്ചത്. ബജ്രംഗ് പുനിയെ അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസിന്റെ വർക്കിംഗ് ചെയർമാനായും നിയമിച്ചു. ഇതു സംബന്ധിച്ച ഉത്തരവ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പുറത്തിറക്കി. റെയിൽവേയിലെ ഉദ്യോഗം രാജിവെച്ചാണ് ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും കോൺഗ്രസിൽ ചേർന്നത്. കോൺഗ്രസിൽ ചേരുന്നതിന് മുന്നോടിയായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഇരുവരും എത്തിയിരുന്നു. ഇവിടെ ഖാർഗെയുമായും KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് വിനേഷും ബജ്രംഗും AICC ആസ്ഥാനത്തെത്തിയത്. കായിക താരങ്ങൾക്ക് നീതിക്ക് വേണ്ടി പോരാടിയപ്പോൾ കോൺഗ്രസ് അവർക്കൊപ്പം ഉറച്ചുനിന്നതായി KC വേണുഗോപാൽ ഇരുവർക്കും അംഗത്വം നൽകിയ ശേഷം പറഞ്ഞു. കർഷകർക്ക് വേണ്ടിയും ഗുസ്തി താരങ്ങൾ പോരാടി. അവരുടെ ദേശസ്നേഹം വളരെ വലുതാണ്. അവരെ സ്വീകരിക്കുന്നതിൽ കോൺഗ്രസിന് അഭിമാനമുണ്ട്. രാജ്യത്ത് നടക്കുന്ന വലിയ ചലനങ്ങളുടെ തുടക്കമാണ് വിനേഷ് ഫോഗട്ടിന്റെയും ബജ്രംഗ് പുനിയയുടെയും കോൺഗ്രസ് പ്രവേശനം. ഏതു പാർട്ടിയെയാണ് വിശ്വസിക്കാൻ കഴിയുന്നതെന്ന് ഇരുവർക്കും തങ്ങളുടെ അനുഭവങ്ങളിലൂടെ അറിയാമെന്നും വേണുഗോപാൽ പറഞ്ഞു. ഇരുവരുടെയും രാഷ്ട്രീയ പ്രവേശനത്തിൽ ഗുസ്തി താരങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടെന്നാണ് വിവരം. ഇരുവരുടെയും കോൺഗ്രസിൽ ചേരാനുള്ള തീരുമാനം വ്യക്തിപരമാണെന്നാണ് സാക്ഷി മാലിക്കിന്റെ പ്രതികരണം. പല വാഗ്ദാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ലഭിക്കും. തനിക്കും ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ ലഭിച്ചിരുന്നു. തുടങ്ങിവെച്ച ദൗത്യം അവസാനിപ്പിക്കരുത്. വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും എടുത്ത തീരുമാനം വ്യക്തിപരമാണെന്നും സാക്ഷി മാലിക് പറയുന്നു. സെപ്റ്റംബർ 4-ന് ന്യൂഡൽഹിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമായി ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു.
വരാനിരിക്കുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തിങ്കളാഴ്ച ചേർന്നതിന് പിന്നാലെയായിരുന്നു രാഹുലുമായുള്ള കൂടിക്കാഴ്ച നടന്നത്. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. അക്രമത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗിരിബാം ജില്ലയിലാണ് സംഭവം. കഴിഞ്ഞ ദിവസം ബിഷ്ണുപൂരിൽ റോക്കറ്റ് ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെടുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് വീണ്ടും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കലാപകാരികൾ ഗ്രാമത്തിൽ പ്രവേശിച്ച് ഒരാളെ കൊലപ്പെടുത്തിയതിനു പിന്നാലെയാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തതെന്നും മരണസംഖ്യ ഇനിയും ഉയരുമെന്നും സുരക്ഷാസേന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വംശീയ സംഘടനത്തിന്റെ ഭാഗമായിരുന്നു കൊലപാതകം. പ്രദേശത്ത് വെടിവെപ്പ് തുടരുകയാണെന്നും കുക്കി മേധി വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് കൊല്ലപ്പെട്ടതെന്നുമാണ് വിവരം. കഴിഞ്ഞ 1.5 വർഷമായി സംസ്ഥാനത്ത് വംശീയ സംഘർഷങ്ങൾ പതിവാണ്. കഴിഞ്ഞ 5 ദിവസമായി സ്ഥിതി അതീവ സംഘർഷഭരിതമാണ്. വെള്ളിയാഴ്ച ബിഷ്ണുപൂരിൽ വയോധികൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ജനക്കൂട്ടം മണിപ്പൂർ റൈഫിൾസിന്റെ ആസ്ഥാനത്തു നിന്ന് ആയുധങ്ങൾ കൊള്ളയടിക്കാൻ ശ്രമിക്കുകയും സുരക്ഷാസേന ശ്രമം പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു. സായുധ സംഘങ്ങൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഡ്രോണുകൾ ഉപയോഗിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഉയരത്തിൽ പറത്തി ബോംബുകൾ വർഷിക്കാൻ കഴിയുന്ന അത്യാധുനിക ഡ്രോണുകളാണ് ഇവരുടെ പക്കലുള്ളത്. ഡ്രോൺ ഉപയോഗിച്ച് ബോംബ് വർഷിച്ചുകൊണ്ടുള്ള ആക്രമണത്തിൽ സെപ്റ്റംബർ 1 ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. സെപ്റ്റംബർ 1 മെയ്തൈ ഗ്രാമങ്ങളിലുണ്ടായ കുക്കി സംഘത്തിന്റെ ആക്രമണത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വെസ്റ്റ് ഇൻഫാൽ ജില്ലയിലെ ഗ്രാമങ്ങളിലാണ് വെടിവെപ്പും ബോംബ് സ്ഫോടനവും ഉണ്ടായത്. വെസ്റ്റ് ഇൻഫാൽ കാങ്പോക്കി ജില്ലകൾ തമ്മിലുള്ള അതിർത്തി പ്രദേശത്ത് ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഘർഷം. ഇംഫാൽ വെസ്റ്റിൽ മെയ്തൈ സമുദായമാണ് ആധിപത്യം പുലർത്തുന്നത്. കാങ്പോപ്പിയിൽ കുക്കി ഭൂരിപക്ഷമാണ്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മണിപ്പൂരിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സംഘർഷബാധിത പ്രദേശങ്ങളിൽ കരസേന വ്യോമ നിരീക്ഷണം നടത്തുകയാണ്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.